കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പടിക്കൽ ദിനംപ്രതി ഒട്ടേറെ സമരപരിപാടികൾ അരങ്ങേറാറുണ്ട്. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ച അനുഭവം തന്നെയാണ്. ശബ്ദമില്ലാത്ത ജീവികൾ അനുഭവിക്കുന്ന യാതനകൾ സ്വന്തം ശരീരത്തിലൂടെ മനുഷ്യന് കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യൻ തന്നെ കൂട്ടിൽ അടയ്ക്കപ്പെട്ട കാഴ്ച. മൃഗവിമോചന സമരം. നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജീവൻ. സ്ഥലം എവിടെയാ? വടകര, കോഴിക്കോട്. ഇങ്ങനെ ഒരു സമരത്തിന്റെ ഒരു ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം മൃഗങ്ങളെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. ഈ അടിമാളാക്കപ്പെട്ട മൃഗങ്ങൾക്ക് അല്ലെ മറ്റേതൊരു മനുഷ്യൻ ഒഴികെയുള്ള മറ്റു മൃഗങ്ങൾക്കൊന്നും പ്രതികരിക്കാനുള്ള ശേഷിയില്ല. അവർ വളരെ വീക്കായിട്ടുള്ള ജീവികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും കൊടും ക്രൂരതകൾ ഈ ലോകത്ത് അനുഭവിക്കുന്നത്. ആ മൃഗങ്ങൾക്ക് സ്വന്തം പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രതികരിക്കുകയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിന് ആരംഭിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണിത്. നമ്മൾ ഈ കൂട്ടിനകത്തിരുന്ന് നിരാഹാര സമരമാണ് 7 ദിവസം. ഇത് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു കൂട്ടിനകത്ത് ഞാൻ 7 ദിവസമാണ് ഇരിക്കുന്നത്. ഈ ജീവികൾ ജീവിതകാലം മുഴുവൻ ജനിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മലവിസർജനം നടത്തുന്നതും മരിക്കുന്നതൊക്കെ ഈ കൂട്ടിനകത്താണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള, ഇതുപോലെ ഒരു ഡ്രാമ കാണിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ സമരം വ്യക്തിപരമായിട്ടാണോ അതോ ഏതെങ്കിലും സംഘടനയുടെ പിൻബലത്തിൽ അങ്ങനെ വല്ലതാണോ? നമ്മൾ ഇതുവരെ സംഘടന രൂപീകരിച്ചിട്ടില്ല. ഇത് ലോകമെമ്പാടുമുള്ള അനിമൽ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, മൃഗവിമോചന മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു സംഘടന ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണിപ്പോൾ. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തുടരാറുണ്ടോ അതോ ആദ്യമായിട്ടാണോ ഇതൊരു തുടക്കമാണോ? 2022 ആദ്യമായിട്ട് ഞാൻ സമരം ചെയ്യുന്നത് ഇവിടെ തന്നെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് മുന്നിൽ. അന്നൊരു 2 ദിവസം കൂട്ടിലിരുന്നുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളാണോ അതോ ഈ ഒരു ആശയത്തിനോട് യോജിച്ച് നിൽക്കുന്ന പ്രവർത്തകർ? ഒരേ ടീമാണ്. നമ്മളൊക്കെ ഇതിനു വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു സമരം കൊണ്ട് ഒരു ഫലം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ അവസാന ശ്വാസം വരെ പ്രതികരിക്കാൻ പറ്റാത്ത മൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും. എത്ര ദിവസത്തേക്ക് ഈ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോ ദീർഘകാലമായിട്ടുള്ള സമര പരിപാടിയാണോ? നമ്മൾ ഇത് സത്യം പറഞ്ഞ ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ പരിപാടിയാണിത്. ഇതിപ്പോൾ 7 ദിവസം നമ്മൾ നിരന്തരമായിട്ട് കൂട്ടിനകത്ത് നിരാഹാരം ഇരിക്കുകയാണ്. ഇന്ന് കൊണ്ട് അവസാനിക്കുകയാണോ? ഇന്നുകൊണ്ട് ഇത് അവസാനിക്കുകയാണോ? ശനിയാഴ്ച രാവിലെ ഇത് അവസാനിക്കും. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഓക്കെ ശരി. അപ്പോൾ ശനിയാഴ്ച ഇത് അവസാനിക്കും. അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു. മനുഷ്യൻ്റെ ഭക്ഷണാവശ്യത്തിനായിട്ട് നമ്മൾ ആഹാരം പാകം ചെയ്ത് മൃഗങ്ങളെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പാടില്ല എന്നാണോ അഭിപ്രായം? ഏതൊരാവശ്യത്തിനാണെങ്കിലും അനാവശ്യമായിട്ട് ഒരു ജീവി പോലും, അല്ലേ, അത് ഞാനായാലും നിങ്ങളായാലും തെരുവിലൂടെ നടക്കുന്ന ഏതൊരു മനുഷ്യനായാലും ഒരു പാറ്റയായാലും മറ്റേത് മൃഗങ്ങളായാലും പോലും ഒരു വേദന അനുഭവിക്കാൻ അർഹിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണ ആവശ്യമായാലും അതേപോലെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക്, ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് മൃഗങ്ങളെ ഒരു വസ്തു പോലെ ഇന്നത്തെ സമൂഹം ഉപയോഗിക്കുകയാണ്. ഭാവി തലമുറ എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ വെറുപ്പോടുകൂടിയായിരിക്കും ഇന്നത്തെ സമൂഹത്തിൽ തിരിഞ്ഞു നോക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത പ്രവർത്തികളാണ് മനുഷ്യരും മൃഗങ്ങളോട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഞാൻ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ചില ഉദാഹരണങ്ങൾ. അതിലൊന്നാണ് ഈ പോൾട്രി ഫാമുകളിൽ, മുട്ട വ്യവസായത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപകാരമില്ല. അവരെ കൊണ്ട് മുട്ടയിടാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു വേസ്റ്റാണ്. അവരെ മാസമായിട്ട് കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ അവരെ കൂട്ടിയിട്ട് തീ കത്തിച്ച് കൊല്ലുക ചെയ്യുന്നത് കേരളത്തിലെ പല പോൾട്രി ഫാമുകളിലും. ഇത്തിരി പോലെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് തീ സ്വന്തം ശരീരം മുഴുവനായിട്ട് തീയിലെറിഞ്ഞ് മരിക്കുന്നതിന്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യത്വമുള്ള മനുഷ്യരാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും.
അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കന്നുകാലികളുടെ അവസ്ഥയാണ്. അവരുടെ കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളും എരിയുന്ന പച്ചമുളക് തിരികെ കയറ്റി ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ ഒന്ന് കൈയൊന്ന് കണ്ണിൽ കൊണ്ട് അത്ര സഹിക്കാൻ പറ്റാത്ത മനുഷ്യരാണ്. അവരുടെ കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളും എരിയുന്ന പച്ചമുളക് തിരികെ കയറ്റി 4-5 ദിവസത്തോളം അതേപോലെ അവരെ വണ്ടിക്കകത്ത് കുത്തി നിറച്ച് മൂക്കയറ് വലിച്ചു കെട്ടി വാലൊടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയെ തന്നെ നരകിച്ച് 3/4 ഭാഗം ജീവികൾ മരിക്കും. അവരുടെ ശരീരം പോലും അറുത്ത് വിറ്റ് പൈസയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ അവസാനിക്കാത്തത്ര ഉദാഹരണങ്ങളുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മനുഷ്യരുടെ അടിമത്തം എങ്ങനെയായിരുന്നു അത്രയും നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ് മൃഗങ്ങളുടെ അടിമത്തം. ഇത് അവസാനിക്കണം. ഇത് അവസാനിക്കാനുള്ള സമയമായി. 33,000 വർഷങ്ങൾക്കധികമായി മൃഗങ്ങൾ ഈ കൊല അനുഭവിക്കുന്നു. മൃഗങ്ങൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് 33,000 വർഷങ്ങൾക്ക് മുന്നാണ്. അന്നു മുതൽ അവർ അടിമകളാണ്. അവരുടെ സഫറിങ് ആരും കാണുന്നില്ല. ഇത് അവസാനിക്കാനുള്ള സമയമായി. ഇനി നമുക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ഇത് അവസാനിക്കാനായി എന്നുള്ളതിന്റെ ഉദാഹരണം. ഇനി വരുന്ന തലമുറ ഈ ഒരു ക്രൂരത ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തലമുറ ആയിരിക്കൂല. സഹജീവി സ്നേഹമുള്ള മനുഷ്യത്വമുള്ള നീതിബോധമുള്ള മനുഷ്യർ ഇതിനെതിരെ പ്രതികരിക്കും. ഇത് അവസാനിപ്പിക്കും. അതെ, 7 ദിവസം നീണ്ടുനിന്ന ഈ സമരം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പോരാട്ടം നിലയ്ക്കുന്നില്ല. സ്വാർത്ഥതയ്ക്കും വിനോദങ്ങൾക്കും വേണ്ടി നാം സഹജീവികളോട് കാട്ടുന്ന അനീതികൾക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഓരോ മനുഷ്യ മനസ്സിലും ഇനിയും ഉയരേണ്ടതാണ്. മാറ്റം നമ്മളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്.